ഒക്കെ ഉണ്ടോ? AC-യുടെ ആ സീറ്റ് അത് ജസ്റ്റ് എനിക്ക് അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് പരിപാടി പോലെ. അല്ലല്ല ബാക്ക് സീറ്റ് പക്ഷെ റിക്ലൈൻ ഒന്നുമില്ല. അത് പക്ഷെ ഞാൻ ഇങ്ങനെ സൈഡൊക്കെ തപ്പി നോക്കി, ഒന്നുമില്ല. അത്ര നേരം ഇരുന്നിട്ട് എങ്ങനെയുണ്ട്? ഈ ചാരാൻ പറ്റാത്തോണ്ടുള്ള ഒരു ഡിസ്കംഫോർട്ട് ഉണ്ട്. കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ടും കൂടെ അല്ലേ? അതെ അതെ അതെ. പൊക്കമുള്ളവർക്ക് പാടായിരിക്കും. കൊള്ളെടുക്കണ്ടോ? പിന്നെ റിവേഴ്സ് ഒരു ക്യാമറ ഉണ്ടെങ്കിൽ കൊള്ളാന്ന് തോന്നി അല്ലേ? മിക്കടെ ഇത്രയും നീളമുള്ളതുകൊണ്ടേ. ഈ സീറ്റ് ബെൽറ്റ് ഇങ്ങനെ ഇട്ടാൽ പിടുത്തം വരുന്നുണ്ട്. പക്ഷെ മറ്റേത് കുറച്ചും കൂടെ ചെറിയതായിട്ട് വലിച്ചു കഴിഞ്ഞാൽ ആകില്ല. ഇത് വണ്ടി ആ ചവിട്ടിയില്ലേ, പിടുത്തം വരുന്നുണ്ട്. ഇതിന് പിടുത്തം വരുന്നുണ്ട്, അതിന് ആ പ്രശ്നമില്ല. ഇതിന് ഹെഡ് റെസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഹെഡ് റെസ്റ്റ് വന്നാൽ എനിക്കൊന്ന് ഗ്ലാസ്സിൽ പോയി ഇടിക്കല്ലോ മടക്കുമ്പോഴേ. അല്ലെങ്കിൽ ഹെഡ് റെസ്റ്റ് ആക്കണ്ട, ചെറിയ രീതിയിൽ അതിൻ്റെ ഒരു സപ്പോർട്ട് പോലെ ചെറുതായിട്ട് കൊടുത്താലും മതി. AC ആണോ കേട്ടാ? AC ആണോ? പാസഞ്ചറായിട്ട് പോയിട്ടില്ല. അതിന് ഇതിന്റെ കംഫർട്ട് എങ്ങനെയാ നമുക്ക് അറിയാൻ പറ്റത്തില്ല. ചുമ്മാ കയറി ആ സീറ്റ് ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ സീറ്റ് ഭയങ്കര റഫായിട്ട് തന്നെയാണ്. കാരണം ഒതുങ്ങിയ സീറ്റാണ്. രണ്ടുപേരൊക്കെ നല്ല വണ്ണമുള്ളവർ ഇരുന്ന് കഴിഞ്ഞാൽ എഞ്ചിൻ നല്ല ഒച്ചയുണ്ട് അല്ലേ? അതെ, ഒരു ഒച്ചയുണ്ട്. പ്രശ്നം എന്ന് പറയുന്നത് ഇച്ചിരി ഓപ്പൺ ആയിട്ടുള്ള സംശയമുണ്ട്. ഈ കവറില്ലേ, കവർ ചെറുതായിട്ട് എഞ്ചിൻ കവർ ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. അതിന്റെ ശരിക്കും സീൽഡാണ് ഈ ഒച്ച വരികയില്ല. ഗ്യാസ് ടാങ്കറൊക്കെ കൊച്ചു വഴി കിടക്കുന്നത്. അത് അതിലൂടെ കയറി വന്ന പോലെ. പക്ഷെ തേർഡിലൊക്കെ കൊച്ചു കയറി പിടിക്കുന്നുണ്ട്. പക്ഷെ ഫിഫ്ത്ത് പിടിക്കത്തില്ല. ഫിഫ്ത്ത് ഒരു 70 മേളിലോട്ട് പിടിക്കും. ഇവിടെ നമ്മള് ഇപ്പം വെട്ട് റോഡ് വലത്തോട്ട് തിരിയുന്നിടത്ത് 2 ഉണ്ട്. അല്ലാതെ ഇല്ല അല്ലേ?
പ്രത്യേകതയില്ല. ഇപ്പം കിഴക്കോട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഇടയ്ക്ക് സ്പീഡിൻ്റെ ഒരെണ്ണമുണ്ട്, നമ്മൾ ആ കുളത്തൂര് സിഗ്നലിൽ ഇപ്പുറം. പെട്ടെന്നായല്ലോ. അതായത് ഞാനിത് നോക്കുകയാണ്. കാരണം ഇത് 7 കിലോമീറ്റർ ഭാരത് ബെൻസ് ഓടി കഴിയുമ്പോൾ ഭാരത് ബെൻസ് പ്ലെയിൻസ് നല്ലപോലെ ഓടുകയാണെങ്കിൽ 8-8.5 കിലോമീറ്റർ മൈലേജ് ഉണ്ട്. അത്രയും വലിയ വണ്ടി, അത്രയും പോലെ ഈ 14 സീറ്റ് വണ്ടി. ആ അണ്ണൻ പറഞ്ഞത് 14 സീറ്റ് അണ്ണനെ വണ്ടി ഓടുമ്പോൾ അണ്ണന് കിട്ടുന്ന 9 കിലോമീറ്റർ മൈലേജ് അതാണ്. ശരിയാണ്. ഈ 8 കിലോമീറ്റർ മൈലേജൊക്കെ കിട്ടുന്നെങ്കിൽ ബസ്സുകാര് മേടിക്കുന്ന റേറ്റ് കഴിഞ്ഞാൽ ഇവർ മേടിക്കും 45 രൂപ കണ്ടാകും കിലോമീറ്റർ. അന്നേരം ആ റേറ്റിട്ടാണ് മേടിക്കുന്നത് ഓടുമ്പോഴേ. സംഭവം ശരിയാ, ഈ സെയിം ഇതല്ലേ കിട്ടുന്നത്. ടൂറിസ്റ്റ് ബസ് 45 വെച്ചാ അതേന്നോ? അങ്ങനെ വലിയ വ്യത്യാസം ഉണ്ടോ അറിയില്ല. ഇവിടെ 2 ക്യാമറ ഉണ്ട് അപ്പുറം. ക്യാമറയും പലതിൻ്റെ ആയിരിക്കും. ഇതിപ്പോൾ എല്ലാം സ്പീഡ് പോയല്ലോ. ഇല്ല, ക്യാമറ ശരിക്കും സ്പീഡ് പിടിക്കത്തില്ല. സ്പീഡല്ല അത് സ്പീഡ് പിടിക്കുന്നതെല്ലാം മിക്കവാറും ബൈപ്പാസുകളിലുള്ളതൊക്കെ. ഇടയ്ക്ക് കണ്ണൂർ പോകുമ്പോൾ കൂടുതൽ 1-2 സാർമാർ കാണും. അതിൽ അവര് ഈ ആപ്ലിക്കേഷൻ ഉണ്ട് മൊബൈലിൻ്റെ, അതിനകത്ത് ബീപ്പടിക്കും. അതിനകത്ത് കറക്റ്റ് ചില ആപ്പിനകത്ത് പറയും ഇത് സീറ്റ് ബെൽറ്റിൻ്റെ ആണ്. അത് പറയും, അതിനകത്ത് കാണിക്കും സ്പീഡിൻ്റെ ആണ്. നമുക്ക് അറിയാവുന്ന വഴിയാണ് ഓക്കെ. അല്ലെങ്കിൽ 1500 ഒരു ടാക്സി കയറി കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ വെടി ഡ്രൈവറെ വെച്ച് കൊടുക്കുന്നതാണെങ്കിൽ ഡ്രൈവറുടെ കയ്യിൽ തന്നെ പിടിക്കും. അതാ എല്ലാം ഓണറുടെ വണ്ടി ഓണറായിരിക്കല്ലോ.
2000 ഒക്കെ മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുത്ത മേടിയിലാണ് അറുത്ത ആ ആൾക്കാർ പയ്യെ പോകാൻ വേണ്ടിയിട്ടാണ്. അതെ പറയണ്ട.